ഹായ് ഫ്രണ്ട്സ്, ഞാൻ റോബർട്ട് പനിപ്പിള്ള യു നിന്ന്. ഇല്ലിനോയ്സ് സ്റ്റേറ്റിലെ ബ്രാഡ്ലി എന്ന പട്ടണത്തിലാണ് ഞാനിപ്പോൾ. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ജോ ആൻസ് എന്നാണ് ഷോപ്പിൻ്റെ പേരെങ്കിലും ജോ ആൻ എന്ന ഷോപ്പിൻ്റെ സൈൻ ബോർഡിൽ മറ്റൊരു കാര്യം കൂടി കുറിച്ചിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് ഹാപ്പിനെസ് എന്നാണത്. വളരെ അട്രാക്റ്റീവായുള്ള ആ ക്യാപ്ഷൻ കണ്ടപ്പോൾ അതിനുള്ളിലേക്ക് കയറി. ഇതൊരു ടൈലറിംഗ് ആക്സസറീസിൻ്റെ ഷോറൂമാണ്. ടൈലറിങ്ങുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ എല്ലാറ്റിനും വലിയ വിലയാണ്. എങ്കിലും എല്ലാം ഒന്ന് ചുറ്റിക്കാണാമെന്ന് വെച്ചു. അങ്ങനെ കണ്ടു നടക്കുന്നതിനിടയിൽ ഒരു പ്രത്യേക പ്രോഡക്റ്റ് എൻ്റെ കണ്ണിലുടക്കി. ചിരട്ടയിൽ ഉണ്ടാക്കിയ മനോഹരമായ ബട്ടണുകൾ. കോട്ടുകളിലും മറ്റും വയ്ക്കാവുന്ന തരം മുന്തിയ ഇനം ബട്ടണുകൾ. അത് കണ്ടപാടെ എൻ്റെ ഓർമ്മകൾ വലിയതുറയിലെ പഴയകാല മഹിമയിലേക്ക് പോയി. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 103 വർഷങ്ങൾക്ക് മുമ്പ്, 1920 വലിയതുറയിൽ തുടക്കം കുറിച്ച ട്രാവൻകൂർ ബട്ടൺ ഫാക്ടറിയെപ്പറ്റി ഇന്നത്തെ തലമുറയിൽ പലർക്കും അറിയില്ലായിരിക്കാം. ജപ്പാനിൽ നിന്നും കൽക്കട്ട വഴി ഇറക്കുമതി ചെയ്ത പെഡൽ മെഷീൻ ഉപയോഗിച്ച് ചിരട്ടയിൽ നിന്നും ശംഖിൽ നിന്നും മനോഹരമായ ബട്ടണുകൾ ഉണ്ടാക്കുന്ന തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫാക്ടറി. ഇന്നത്തെ വലിയതുറ UP സ്കൂളിൻ്റെ മുന്നിലൂടെ സെൻറ്റ് സേവേഴ്സിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്തായിരുന്നു ആ ഫാക്ടറിയുടെ സ്ഥാനം. ട്രാവൻകൂർ ബട്ടൺ ഫാക്ടറിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ അന്നത്തെ യുവരാജാവും കച്ചിലെ രാജാവും അവിടം സന്ദർശിച്ചതിൻ്റെ ഫോട്ടോയാണിത്. തിരുവിതാംകൂർ ചിരട്ടയുടെ അഥവാ തെങ്ങിൻ്റെ നാടായിരുന്നുവെങ്കിൽ ഗുജറാത്തിലെ കച്ച് അക്കാലത്ത് ഏറ്റവുമേറെ ശംഖ് ലഭിച്ചിരുന്ന നാടായിരുന്നു എന്ന കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. വലിയതുറയുടെ ചരിത്രത്തിൽ ഇത്ര പ്രശസ്തമായ മറ്റൊരു സ്ഥാപനം സ്വകാര്യ ഉടമസ്ഥതയിൽ പിന്നൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. വലിയതുറ സ്വദേശിയായ LA നെറ്റോ എന്ന ലോറൻസ് ആൻ്റണി നെറ്റോ ആണ് ട്രാവൻകൂർ ബട്ടൺ ഫാക്ടറിയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ വായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വലിയതുറയുടെ ചരിത്രത്തിൽ ഇത്രയേറെ വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ച മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. വലിയതുറ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഷിപ്പിംഗ് കോൺട്രാക്ടറായിരുന്ന അദ്ദേഹമാണ് ഇന്നത്തെ സെയിൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാതൃസ്ഥാപനമായിരുന്ന ഹഡ്സൺ ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൻ്റെ സ്ഥാപകൻ. ലാറ്റിൻ ക്രിസ്ത്യൻ, സമുദ്രതീരം എന്നീ 2 പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അക്കാലത്ത് വലിയതുറയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്നു. 1937 തിരുവനന്തപുരം രൂപത രൂപീകൃതമായെങ്കിലും പിന്നെയും 20 വർഷക്കാലത്തോളം വലിയതുറ ഉൾപ്പെടെ തീരദേശ ഇടവകകളെല്ലാം അന്നത്തെ പോർച്ചുഗീസ് മിഷൻ്റെ കീഴിലായിരുന്നു. അതിൽ നിന്നും വിടുവിച്ച് ഈ പ്രദേശത്തെ ആകെ ഇന്നത്തെ തിരുവനന്തപുരം രൂപതയിൽ ലയിപ്പിക്കുവാൻ മുന്നിൽ നിന്ന് പോരാടിയത് ശ്രീ LA നെറ്റോ ആണെന്ന കാര്യം ഇന്ന് രൂപതയ്ക്ക് നേതൃത്വം നൽകുന്നവരോ വിശ്വാസികളോ അറിയുമെന്ന് തോന്നുന്നില്ല. LA നെറ്റോയുടെ സാമൂഹിക പ്രതിബദ്ധതയെ മുൻനിർത്തി തിരുവിതാംകൂർ മഹാരാജാവ് 2 തവണ അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയതുറ എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ട മഹത് വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് LA നെറ്റോ എന്ന് നിസ്സംശയം